ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു മനോഹരമായ റൂട്ടാണ്. സുഖുവേട്ടൻ്റെ ചായക്കട ട്രെൻഡിങ് ആയ സമയത്ത് തന്നെ ഈ ഒരു ഗേറ്റും ഈ ഒരു വഴിയും ഈ തേക്കിൻകാടിലുള്ള ഈ വഴിയൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. ഇത് പുൽപ്പള്ളി നിന്നും അനശ്വര ജംഗ്ഷൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ചേകാടിക്ക് പോകുന്ന റോഡാണിത്. ഏകദേശം 6 കിലോമീറ്ററോളം കാടാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആന ഇറങ്ങാവുന്നതാണ്. 7 മണിക്ക് ശേഷം ഈ റോഡ് അടയ്ക്കുമെന്നാണ് അവിടെ ഇരുന്ന ആൾക്കാർ പറഞ്ഞത്. വഴി സൈഡിലൊക്കെ ഇതുപോലെ ആന ഉണ്ടാവും. ഇതിപ്പം കുറച്ച് അപ്പുറം മാറിയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. നമ്മളത് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ പോവുകയാണ്. ചില സമയത്ത് അക്രമകാരികളായിട്ടും ആന ഉണ്ടാവാം. നല്ല രസമാണ് ഇതിലൊക്കെ വണ്ടി ഓടിച്ച് പോകാനായാലും. പിന്നെ ഇതൊരു ബസ് റൂട്ടാണ്. ഇതിൽ നമ്മൾ എപ്പോഴും ബസ് കാണുന്നുണ്ട്. ഞാൻ ആ ബസ് കണ്ടപ്പോഴും വീഡിയോ എടുത്തില്ലെങ്കിലും ഫുൾ ടൈം അതിൽ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. പിന്നെ മിക്ക സമയങ്ങളിൽ വാഹനങ്ങളും പോകുന്നുണ്ട്. കാണുമ്പോൾ ഒരു ഉൾവനമായിട്ട് തോന്നുന്നില്ലെങ്കിലും ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. ഏത് നിമിഷം വേണേലും ആന ഈ വഴിക്കൊക്കെ ഇറങ്ങി വരാവുന്നതാണ്. റോഡിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ റോഡ് കുറച്ച് മോശമാണ്. പക്ഷേ ഒരു ബൈക്ക് റൈഡേഴ്സിനൊക്കെ പോകാനായിട്ട് നല്ല റോഡാണിത്. മനോഹരമായ കാട്ടിലുള്ള യാത്ര കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നതാണ് കബനി പുഴ. എല്ലാവരും മിക്ക ആൾക്കാരും അത് റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും. ആ കബനിപ്പുഴയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്ന സുഖുവേട്ടൻ്റെ ചായക്കട എന്നുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ ചായക്കടയിലേക്കല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ പുൽപ്പള്ളി നിന്നും കുറുവാദ്വീപ് വഴി മാനന്തവാടിക്ക് പോകുന്ന റോഡാണിത്. അപ്പോൾ ആ റോഡിനിടയ്ക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റീൽസ് ഷൂട്ട് ചെയ്താണ്. ഇതാണ് ഇപ്പോൾ കബനി പുഴ. കബനി അടി നിങ്ങൾ കാണിച്ചു. വളരെ മനോഹരമായൊരു പുഴയാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ചൂണ്ടയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തൻ്റെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ആ ചൂണ്ടയിടുന്നെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോകാനായിട്ട് വണ്ടി എടുത്തു. ഈ പോണ വഴിക്ക് ഞാൻ സുഖുവേട്ടൻ്റെ ചായക്കടയും കൂടി ഒന്ന് കാണിച്ചു തരാം. സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകുന്ന വഴിയാണിത്. വഴി സൈഡിൽ തന്നെ ആന ഉണ്ടാകും എന്നുള്ളൊരു സിമ്പിൾ ബോർഡ് വരെ ഉണ്ട്. അപ്പം എത്രത്തോളം ഒരു വനാതിർത്തിയിലാണ് ആ ചായക്കടകളുടെ എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗം മുഴുവൻ കാടാണ്. അതിൻ്റെ ഇടതുഭാഗത്താണ് കുറച്ച് നെൽകൃഷിയും ചെറിയൊരു പച്ചപ്പും മൈതാനമൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സുഖുവേട്ടൻ്റെ ചായക്കട. ഏകദേശം ഞങ്ങളിവിടെ ഒരു 9 മണിയായി വരുമ്പോൾ.